ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹോം മെയ്ഡ് ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, നിങ്ങൾക്ക് ബോണോടുകൂടിയുള്ള ചിക്കനാണ് കിട്ടുന്നതെങ്കിൽ ബോൺ കളഞ്ഞെടുത്താലും മതി. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഇതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഓറിഗാനോ, ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ബ്രെഡ് ചേർത്ത്, ഏകദേശം ഒരു 3 സ്ലൈസ് ബ്രെഡാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ബ്രെഡ് ചേർത്ത് നമുക്ക് ചിക്കൻ നന്നായി മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഞാൻ 2 പ്രാവശ്യം ആയിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറിലോ അതല്ലെങ്കിൽ കട്ടിംഗ് ട്രേയിൽ നേരിട്ടോ കുറച്ച് വെളിച്ചെണ്ണ തടവി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കൈ കൊണ്ട് നന്നായി പരത്തിയെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ ആയിരിക്കണം. ഇനി നമുക്കിതൊരു കത്തി വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ കത്തിക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്താലും മതി. ഞാനിവിടെ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇത് കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കണം. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇവ ചേർത്തൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് മൈദപ്പൊടി എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ഇല്ലെങ്കിലും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എല്ലാം ഞാൻ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഓരോ പീസസ് നമുക്ക് ആദ്യം മൈദയിലേക്ക് മുക്കാം, പിന്നെ മുട്ടയിലേക്ക് മുക്കിയെടുക്കാം, അവസാനം ബ്രെഡ് ക്രംസിലിട്ട് കവർ ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തുവിടാനും നല്ല ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. ഇനി നമുക്ക് തിളക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് ഒരു ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മതി. പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ടേസ്റ്റിയുമാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് കഴിക്കാൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീഡിയോ കാണാനും ശ്രമിക്കണം. ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.